ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദു. സ്ത്രീകൾ സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തു പോവുക എന്ന് പറയുന്നത് ഇന്ന് വളരെ നിസ്സാരമായിട്ടുള്ള, ഒരുപാട് സ്ത്രീകൾ നിസ്സാരവൽക്കരിക്കുന്ന ഒരു വൻപാപം, ഒരു പാപമായിട്ട് മാറിയിട്ടുണ്ട്. അല്ലാഹു മുസ്തആൻ. അള്ളാഹുവിനോടാകുന്നു സഹായം തേടപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അയ്യുമംറഅത്തിൻ ഇസ്തഅതറത് ഫമറത് ബിഖൗമിൻ ലിയജിദു റീഹഹാ ഫഹിയ സാനിയ. ഏതൊരു സ്ത്രീയാണോ സുഗന്ധം പൂശി ആളുകൾക്ക് അവളുടെ സുഗന്ധത്തിൽ നിന്ന് ലഭിക്കുന്നതിനായി അവരുടെ ഇടയിലൂടെ കടന്നുപോയത്, അവൾ വ്യഭിചാരിണിയാണ്. സുബ്ഹാനല്ലാഹ്. ഇതിന്ന് ഒരുപാട് സ്ത്രീകൾ നിസ്സാരവൽക്കരിക്കുന്ന, എന്നാൽ വളരെ അപകടം പിടിച്ച ഒരു പാപമാണിത്. ഇത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ഷെയ്ഖ് മുഖ്ബിർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ മുസ്നദ് മിമ്മാ ലൈസ ഫി സ്വഹീഹൈനിലെ 819 ഹദീസായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇത് പലർക്കും അറിയുന്ന ഹദീസായിരിക്കും. എന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സ്ത്രീ പള്ളിയിലേക്ക് സുഗന്ധം പൂശിയിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ എന്താണ് അതിനെ പറ്റിയിട്ട് നമ്മുടെ ദീനിൽ വന്നിട്ടുള്ളതെന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇത് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നതാണ്. ആ സ്ത്രീ സുഗന്ധം പൂശിയിട്ടായിരിക്കും പുറത്തു പോയിട്ടുള്ളത്. ഫഖാല അയ്ന തുരീദീന യാ അമതൽ ജബ്ബാർ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ സ്ത്രീയോട് ചോദിക്കും, നീ എവിടേക്കാണ് പോകുന്നത്? ജബ്ബാറിന്റെ അടിമ സ്ത്രീയെ, അതായത് അള്ളാഹുവിന്റെ പേരാണ് ജബ്ബാർ. ഫഖാലത്ത് അൽ മസ്ജിദ്. അപ്പോൾ അവൾ പറയും, മസ്ജിദിലേക്കാണ് ഞാൻ പോകുന്നത്. ഫഖാല വലഹു തതയ്യബ്തി. നീ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ സുഗന്ധം പൂശിയിട്ടുള്ളത്? ഖാലത്ത് നഅം. അപ്പോൾ അവൾ പറയും, അതെ. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അയ്യുമ ഇംറഅത്തിൻ ഖറജത് മിൻ ബൈതിഹാ മുതതയ്യിബതൻ തുരീദുൽ മസ്ജിദ ലം യഖ്ബലില്ലാഹു അസ്സ വജല്ല ലഹാ സ്വലാതൻ ഹത്താ തർജിഅ ഫതഗ്തസില മിൻഹു ഗസ്ലഹാ മിനൽ ജനാബ ഔ ഗസ്ലഹാ മിനൽ ജനാബ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തിക്കൊണ്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു സ്ത്രീയാണോ അവളുടെ വീട്ടിൽ നിന്നും സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തു പോകുന്നത്, അതെന്തോ ആയിക്കോട്ടെ, അത്തർ ആയിക്കോട്ടെ, സ്പ്രേ ആയിക്കോട്ടെ, എന്തൊക്കെ തരത്തിലുള്ള സുഗന്ധം ദ്രവ്യം ഉപയോഗിച്ച് പുറത്തു പോയോ, അവൾ തുരീദുൽ മസ്ജിദ്, പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്കിലേക്കോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലേക്കോ മാർക്കറ്റിലേക്കോ ഒന്നല്ല അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ സ്ത്രീ പള്ളിയാണ് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാഹു തആല അവളുടെ നിസ്കാരം സ്വീകരിക്കുന്നതേയല്ല. ഹത്താ തർജിഅ, അവൾ മടങ്ങുകയും അങ്ങനെ അവൾ ജനാബത്തിന്റെ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുന്ന സമയത്ത് കുളിക്കുന്നത് പോലെ കുളിച്ചാലല്ലാതെ അല്ലാഹു തആല അവളുടെ നിസ്കാരം സ്വീകരിക്കില്ല. സുബ്ഹാനല്ലാഹ്. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, فإذا كان كذلك حراما على مريدة المسجد فماذا يكون الحكم على مريدة السوق والأزقة والشوارع. ഇത് പള്ളിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ വിധിയാണെന്നുണ്ടെങ്കിൽ സൂക്കിലേക്ക്, അങ്ങാടിയിലേക്കും, അതുപോലെ തന്നെ ഞെരുങ്ങിയ സ്ഥലങ്ങളിലേക്കും, കുടിച്ചായിട്ടുള്ള സ്ഥലങ്ങളിലേക്കും, അതുപോലെ തന്നെ തെരുവുകളിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ വിധിയാണോ, സ്ത്രീയുടെ വിധി എന്തായിരിക്കും എന്ന് ഷെയ്ഖ് അതിശയത്തോടു കൂടി ചോദിക്കുകയാണ്. ലാ ശക്ക അന്നഹു അശദ്ദു ഹുർമതൻ വ അക്ബറു ഇസ്മ. അദ്ദേഹം പറയാണ്, ഒരു സംശയവുമില്ല, അത് കൂടുതൽ വളരെയധികം ഹറാമായിട്ടുള്ളതും അത് വളരെ വലിയ പാപമായിട്ടുള്ള ഒരു കാര്യവുമാകുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഖദ് ദക്കറൽ ഹൈതമി റഹിമഹുല്ലാഹ് ഫി സവാജിർ അന്ന ഖുറൂജൽ മർഅത്തി മിൻ ബൈതിഹാ മുതഅത്തിറ മുതസയ്യിന മിനൽ കബായിരി വലൗ അദിന ലഹാ സൗജുഹാ. ഇമാം അൽ ഹൈതമി റഹിമഹുല്ലാഹ് സവാജിർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കിതാബിലെ 2ാമത്തെ വോള്യത്തിൽ 37ാമത്തെ പേജിൽ പറയാണ്, ഒരു സ്ത്രീ അവളുടെ വീട്ടിൽ നിന്നും ഭംഗിയായി സുഗന്ധം പൂശിയിട്ട് പുറത്തുപോയി കഴിഞ്ഞാൽ ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അത് വൻപാപങ്ങളിൽ പെട്ടതാണ്. അവളുടെ ഭർത്താവ് അതിന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഭർത്താവ് അതിന് അനുവദിക്കാൻ പാടില്ല, ഇനി ഭർത്താവ് അനുവദിച്ചിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് ഇത് കേൾക്കുന്ന സ്ത്രീകൾ വളരെയധികം ഗൗരവത്തോടു കൂടെ എടുക്കുക. എന്നാൽ അദ്ദേഹം പറയാണ്, ഇമാം അൽബാനി റഹിമഹുല്ലാഹ് പറയാണ്, വഹാദിഹിൽ ഹദീസു ആമ്മത്തുൻ തശ്മലു ജമീഅൽ ഔഖാത്ത്. ഇനി ആരും വിചാരിക്കേണ്ട, ഇത് ഈ പറഞ്ഞിട്ടുള്ള ഹദീസ്, നമ്മൾ ആദ്യം കേൾപ്പിച്ചിട്ടുള്ള ഹദീസ്, ഇത് പള്ളിയിലേക്ക് പോകുന്ന വിഷയത്തിൽ മാത്രമുള്ളതല്ല,
മറിച്ച് നമ്മൾ ആദ്യം നമ്മൾ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവനായിട്ടുള്ളത് അത് എല്ലാ കാര്യത്തിലും ഉൾപ്പെടുന്നതാണ്. അത് ഏതൊരു സമയത്തും സ്ത്രീ പുറത്തു പോകുന്ന സമയത്തും ഈ ഒരു വിധി ഉള്ളതായിട്ടുള്ളതാണ്. അതായത് എപ്പോഴൊക്കെ സ്ത്രീ അവൾ സുഗന്ധദ്രവ്യം ഉപയോഗിച്ചുകൊണ്ട് പുറത്തുപോയോ അവളുടെ വിധി നമ്മൾ പറഞ്ഞു ഫഹിയ ജാനിയ, അവൾ വിചാരണയാണ്. അത് എല്ലാ അവസ്ഥയിലും എല്ലാ സമയത്തും ഇതേ വിധി ഉണ്ടാവുന്നതാണ് എന്ന് ഷെയ്ഖുൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ സംസാരം ജിൽബാബുൽ മറൽ മുസ്ലിമ എന്ന് പറഞ്ഞിട്ടുള്ള കിതാബിൽ കാണാൻ സാധിക്കുന്നതാണ്. വല്ലാഹു തആല അലം. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അപകടം പിടിച്ച വളരെ ഗൗരവമേറിയിട്ടുള്ള ഈ ഒരു പാപത്തെ, ഒരുപാട് സ്ത്രീകൾ നിസാരവൽക്കരിച്ചിട്ടുള്ള ഈ ഒരു പാപത്തെ വളരെയധികം ശ്രദ്ധിക്കുക. വല്ലാഹുൽ മുവഫിഖ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്